ചാത്തൻ എന്ന പേര് ഇക്കാലത്ത് ഒരു ചർച്ചാ വിഷയമാകുന്നത് ഡൊമിനിക് സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയിലൂടെയാണ്. ഇതിൽ സിനിമയുടെ അവസാന ഭാഗത്ത് ചാത്തനെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ടോവിനോയുടെ ഒരു ഡയലോഗുണ്ട്: എന്നെ കൂടാതെ എന്നെപ്പോലെ ഇരിക്കുന്ന 389 സഹോദരങ്ങൾ എനിക്കുണ്ട്. ഇതുകൂടാതെ സിനിമയുടെ ലോഗോയ്ക്കൊപ്പം ചാത്തന്മാർ വരുമെന്ന ടൈറ്റിലുമുണ്ട്. ഇതെല്ലാം വഴിവെക്കുന്നത് 390 ചാത്തന്മാർ എന്ന കഥയിലേക്കാണ്. ആരൊക്കെയാണ് ഈ 390 ചാത്തന്മാർ? നമുക്ക് നോക്കാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കൂ. പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്നും മധുരമായ ഒരു ഗാനാലാപനം കേൾക്കുകയുണ്ടായി അത്രേ. ആ മധുര ശബ്ദത്തിന്റെ ഉടമയെ അന്വേഷിച്ചെത്തിയപ്പോൾ കൂളിവാക എന്ന അതിസുന്ദരിയായ സ്ത്രീയെ കാണുകയുണ്ടായി. അവളൊരു ചണ്ടാലകുലത്തിലെ സ്ത്രീയായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ പരമശിവൻ അവളെ വേൾക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ പരമശിവന്റെ ആഗ്രഹം മനസ്സിലാക്കിയ കൂളിവാക ഭയന്നു വിറച്ച് തന്റെ ഇഷ്ടദേവിയായ ശ്രീപാർവതിയെ പ്രാർത്ഥിച്ചു. കാര്യം മനസ്സിലായ പാർവതി ദേവി അവളുടെ മുമ്പിൽ പ്രത്യക്ഷയായി അവളോട് ഭയപ്പെടേണ്ടതില്ല എന്നും ഇത് അവളുടെ യോഗമാണെന്നും അറിയിച്ചു. മുജ്ജന്മത്തിൽ കൂളിവാക പാർവതി ദേവിയുടെ തോഴിയായിരുന്നു. വിശന്നു കരഞ്ഞ ബാലഗണപതിയെ പാർവതി ദേവി അറിയാതെ കൂളിവാക മുലയൂട്ടുകയുണ്ടായി. ഇതറിഞ്ഞ ദേവി കൂളിവാകയെ ശപിച്ചു: അടുത്ത ജന്മത്തിൽ നീയൊരു ചണ്ടാലകുലത്തിൽ ജനിക്കട്ടെ. ശാപം കിട്ടിയ കൂളിവാക ശാപമോക്ഷത്തിനായി ദേവിയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുകയുണ്ടായി. കോപം മാറിയ ദേവി കൂളിവാകയോട് പറഞ്ഞു: അടുത്ത ജന്മത്തിൽ ചണ്ടാലകുലത്തിൽ ജനിക്കുന്ന നിനക്ക് ശ്രീ പരമേശ്വരന്റെ പുത്രനെ മുലയൂട്ടി വളർത്താൻ ഭാഗ്യമുണ്ടാകും. കഥ പറഞ്ഞു നിർത്തിയ ശേഷം കൂളിവാകയോട് ഭയമേതും കൂടാതെ വീട്ടിലേക്ക് പോകുവാൻ ദേവി ആവശ്യപ്പെട്ടു. അതിനുശേഷം ദേവി വേഷം മാറി കൂളിവാകയായി ശ്രീ പരമേശ്വരന്റെ അടുക്കൽ പോവുകയും അവർ ഒന്നാവുകയും ചെയ്തു. ഇതിന്റെ ഫലമായി 390 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. അതിൽ മൂത്തയാളാണ് കരിങ്കുട്ടി. ഏറ്റവും ഇളയയാൾ വിഷ്ണുമായ സ്വാമി. ഇവരുടെ സംരക്ഷണത്തിനായി മൂത്തയാൾക്ക് ഒരു കാളയെയും ഇളയയാൾക്ക് ഒരു പോത്തിനെയും നൽകുകയുണ്ടായി. ശ്രീ പാർവതി ഈ 2 കുട്ടികളെയും കൂളിവാകയെ ഏൽപ്പിച്ചു. കുട്ടികൾ വളർത്തമ്മയുടെ സംരക്ഷണത്തിൽ വളർന്നു. അവർക്ക് പല അത്ഭുത ശക്തികളും ശിവനും പാർവതിയും നൽകുകയുണ്ടായി. ചാത്തന്മാർ പലതരത്തിലുള്ള സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ആ ഗോത്രത്തിൽ കഴിഞ്ഞു വന്നു. അവരുടെ 7ാമത്തെ വയസ്സിൽ ഗോത്രക്കാർ ഒരു ജന്മദിനാഘോഷം നടത്തുകയുണ്ടായി. ആ സമയത്ത് നാരദമുനി അവിടെ എത്തുകയും ചാത്തന്മാരോട് അവരുടെ മാതാപിതാക്കൾ ആരൊക്കെയാണെന്ന് അറിയിക്കുകയുമുണ്ടായി. അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ നിർദ്ദേശിച്ചു. വിവരങ്ങൾ അറിഞ്ഞ ചാത്തന്മാർ കൈലാസത്തിലേക്ക് പോയി. അവിടെ വെച്ച് ശിവന്റെ വാഹനമായ നന്ദികേശൻ മായചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു. അകത്ത് കടക്കാൻ വഴിതിരഞ്ഞ ചാത്തൻ മഹാവിഷ്ണുവായി വേഷം മാറുകയുണ്ടായി. പിന്നീട് അകത്ത് കടക്കുകയും ശിവപാർവതിമാരെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. പരമശിവന് ഏറെ സന്തോഷം തോന്നുകയും മഹാവിഷ്ണുവിന്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന പേർ നൽകുകയും ചെയ്തു. മാത്രവുമല്ല, ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇവർ 2 പേർ കൂടാതെ മറ്റനേകം ചാത്തന്മാരും ഉണ്ടായിരുന്നു. വാണിഭ ചാത്തൻ, പറക്കുട്ടി ചാത്തൻ, മൂക്കൻ, കുരുടി, കരിങ്കണ്ണൻ മുതലായ 390 ചാത്തന്മാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരുടെ പേരുകൾ കൂടി ഞാനിവിടെ ചേർക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യൂ. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.